ഹായ്, മല്ലു വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ അനൂപ്. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് നമ്മളൊരു അൺബോക്സിങ് വീഡിയോ ആണ്. ഇതാണ് എനിക്കൊരാൾ തന്ന ഗിഫ്റ്റ്. ഞാൻ ആളെ പരിചയപ്പെടുത്താം. അപ്പോൾ ഇത് നമ്മളിന്ന് പൊട്ടിച്ചതിൻ്റെ ഡീറ്റെയിൽസും ഇതെന്താണെന്ന് കാണാനുള്ളൊരു വീഡിയോ ആണിത്. ഓക്കെ, അപ്പം ഇതാണ് ഗിഫ്റ്റ്. നമുക്ക് ഗിഫ്റ്റ് പൊട്ടിക്കാം. ആമസോണിനാണ് വന്നിരിക്കുന്നത്. ആമസോൺ പ്രോഡക്റ്റാണ്. ഗിഫ്റ്റൊക്കെ കാണുമ്പോൾ എനിക്കൊരു പെട്ടെന്ന് എന്താ പറയുക, എല്ലാം പെട്ടെന്ന് പൊട്ടിച്ചെടുക്കാൻ വേണ്ടി എനിക്കൊരു ആകാംക്ഷയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വലിച്ചു കയറുന്നത്. വാവ്, DJ Cosmo 3 ആണ് ഗിഫ്റ്റ്. അതിൻ്റെ കൂടെ കോസ്മോ ട്രൈപോഡും ഉണ്ട്. നമുക്കതെന്താണെന്ന് നോക്കാം. അപ്പം നമുക്ക് ഇപ്പം വന്നിരിക്കുന്നത് കോസ്മോ മൊബൈൽ 3യും അതേപോലെ തന്നെ അതിനൊരു ട്രൈപോഡുമാണ്. നമുക്കിത് ഓപ്പൺ ചെയ്ത് ഞാൻ പരിചയപ്പെടുത്തും ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന്. നല്ല പാക്കിംഗ് ആണിത്, കണ്ടാൽ അറിയാം. ഓക്കെ, ഇനി അതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ? ഇതാണ് പ്രോഡക്റ്റ്, DJ Cosmo മൊബൈൽ 3. നമുക്ക് ഇത് കോസ്മോ മൊബൈൽ 3 ആണ് വന്നിരിക്കുന്നത്. ഞാൻ ട്രൈപോഡ് അടുത്ത് കാണിക്കാം. നല്ല പാക്കിംഗ് ആണ് കേട്ടോ. നമുക്ക് എന്ന് വെച്ചാൽ പോസ്റ്റായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയാൻ പറ്റില്ല. അപ്പം അതൊന്നുമില്ല, അത് നല്ല സെക്യൂറായിട്ടാണ് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതാണ് ട്രൈപോഡ്. ഇതിൻ്റെ യൂസ് വരുന്നത് ഓക്കെ, നമുക്കിങ്ങനെ സ്റ്റാൻഡ് ബൈ വയ്ക്കാനാണ് ഇതിൻ്റെ യൂസ് വരുന്നത്. ഓക്കെ, അപ്പം ഇനി എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ബോക്സിൽ ഒരു ബോക്സ് കൂടി ഉണ്ട്, വേറൊന്നുമില്ല. കണ്ടല്ലേ, നല്ല പാക്കാണ്. പൗച്ചുണ്ട് ഇതിൻ്റെ കൂടെ. പൗച്ചും നമുക്ക് അതിൻ്റെ കൂടെ ഇത് ചാർജ് ചെയ്യാനുള്ളൊരു കേബിളും ഉണ്ട്. പൗച്ച് പൊട്ടിക്കുകയാണ് ഞാൻ. ഇത് നമുക്ക് നോർമലി യൂസ് ചെയ്യാനുള്ളൊരു പൗച്ചാണ് അവർ തന്നിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു ഇൻസ്ട്രക്ഷൻ ബുക്സും ഉണ്ട്. നമുക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയാനുള്ള ഇൻസ്ട്രക്ഷൻ ബുക്സാണ്. അത് നമുക്ക് ആവശ്യമില്ല. നമുക്ക് ചാർജ് ചെയ്യാനുള്ള ഒരു കേബിളാണ്. C ടൈപ്പാണ് വരുന്നത് ഇതിൽ. നമുക്ക് നോർമലി നമ്മുടെ മൊബൈൽ ചാർജറിൽ യൂസ് ചെയ്യാം. ആ ഒരു ടൈപ്പ് തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ ഒരു പൗച്ചിൽ നമ്മൾ സ്പോഞ്ച് പോലത്തെ ഒരു ഐറ്റമാണ് അത്. ഇവിടെ നമുക്ക് ഗ്രിപ്പിന് വേണ്ടി യൂസ് ചെയ്യേണ്ട ഒരു സാധനമാണിത്. ഇത് നമുക്കിവിടെ ആവശ്യമുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. നമുക്ക് ഒട്ടിച്ച് വെച്ച് ഫോണ് ഗ്രിപ്പ് കിട്ടാൻ വേണ്ടി നമുക്കിത് യൂസ് ചെയ്യാം. പിന്നെ ഉള്ളത് നമ്മുടെ ഈ പൗച്ചിൻ്റെ ഒരു കേബിളാണ്, വേറൊന്നുമില്ല. ഞാനിനി ഇത് എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞുതരാം. ഞാൻ ട്രൈപോഡ് ഊരി മാറ്റി വയ്ക്കുകയാണ്, നമുക്കിപ്പോൾ ആവശ്യമില്ല. ഇതിപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് പാക്ഡ് വരുന്നത്. ഇത് ഓപ്പൺ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ഓക്കെ, ഇതിപ്പം ഓപ്പണിംഗ് ആണ്. ഇനി നമുക്കിതിൽ ഫോണ് കണക്ട് ചെയ്യണം. നിങ്ങൾക്കിത് ഇവിടെ കാണാം, റെഡിൻ്റെ ഒരു ആരോ കാണും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം. ഈ റെഡ് ആരോ ക്യാമറ വരുന്നൊക്കെ സൈഡിൽ നമുക്ക് ഫോൺ സെറ്റ് ചെയ്യണം. ഞാനിപ്പോൾ ഫോൺ വെച്ച് സെറ്റ് ചെയ്യാണ്. ഫോൺ വെച്ച് സെറ്റ് ചെയ്ത് ഇപ്പം കണ്ടില്ലേ, ഇങ്ങനെ ഒരു ബാലൻസിങ്. നമുക്ക് എപ്പോഴും ഇത് വെക്കാം. ഫോൺ സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഫോൺ ബാലൻസ് ചെയ്യണം ആദ്യം. ബാലൻസ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്കിത് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അതനുസരിച്ച് നമുക്ക് ഫോൺ അങ്ങോട്ടും ഇങ്ങോട്ടും ബാലൻസ് ചെയ്തെടുക്കുക. അപ്പം ഞാനത് ബാലൻസ് ചെയ്യാണ്. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് കാണാമല്ലോ, ഫോണ് നമ്മളൊരു ലാൻഡ്സ്കേപ്പിൽ ബാലൻസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫോണ് ബാലൻസ് ചെയ്തായിരുന്നു. അപ്പം ഞാൻ ഫോണൊന്ന് മാറ്റിയായിരുന്നു. കാര്യം ഈ DJ യൂസ് ചെയ്യാൻ വേണ്ടി DJ Mimo എന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ട്.
അപ്പം ഞാനത് ഈ ഫോണിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഫോൺ വെച്ച് ബാലൻസ് ചെയ്തത്. ഞാനത് കാണിച്ചു തരാം. ഞാനത് ഓൺ ചെയ്യാൻ പോവുകയാണ്. ഇതാണല്ലേ. അപ്പോൾ ഇത് സ്റ്റാൻഡ് ബൈ ആയിട്ടുണ്ട്. ഇനി ഇത് ലാൻഡ്സ്കേപ്പിൽ വരാൻ വേണ്ടി നമ്മൾ ഈ പവർ ബട്ടണിൽ ഡബിൾ ക്ലിക്ക് ചെയ്യണം. ഇതാണ്ടോ. ഇപ്പം ഇതിപ്പോൾ ലാൻഡ്സ്കേപ്പിലായിട്ടുണ്ട്. ഇപ്പം ഞാനിതിൻ്റെ ഇതിപ്പം കണക്ട് ചെയ്യുന്നത് ഫോണും ഇതുമായിട്ട് കണക്ട് ചെയ്യുന്നത് ബ്ലൂടൂത്ത് വഴിയാണ്. നമ്മൾ ആപ്ലിക്കേഷൻസ് വെച്ച് ബ്ലൂടൂത്ത് വഴിയാണ് കണക്ട് ചെയ്യുന്നത്. അതിൻ്റെ സെറ്റിങ്സ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം. ഞാനിതിൽ ഈ കാണുന്ന സ്വിച്ചുകളെ കുറിച്ച് ആദ്യം പറഞ്ഞുതരാം. ഇത് മോഡ് ബട്ടണാണ്. ഇത് നമുക്ക് ഓഫിനും ഓണിനും ഇത് യൂസ് ചെയ്യും. ലോങ് പ്രസ് ചെയ്താൽ ഓഫ് ആവും, ലോങ് പ്രസ് ചെയ്താൽ ഓൺ ആവും. ഓക്കെ, അപ്പം ഇത് ഒരു ക്ലിക്ക് ചെയ്താൽ ഇത് ഫോട്ടോ മോഡിലോട്ട് മാറും. ഫോട്ടോയും വീഡിയോയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ വേണ്ടിയാണ് ഇത് ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്ത്. ഇപ്പം ഞാൻ ഒരിക്കൽ ക്ലിക്ക് ചെയ്തപ്പോൾ ഫോട്ടോയിലോട്ട് മാറി, വീണ്ടും ഒരിക്കൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും വീഡിയോയിലോട്ട് മാറി. ഇത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനാണ്. അതായത് നമ്മൾ ഫോട്ടോ മോഡിലിരുന്നാൽ തന്നെ നമുക്കിത് സ്റ്റാർട്ടിങ്, ഇല്ല വീഡിയോ മോഡിലിരിക്കുകയാണെങ്കിൽ ഇത് വീണ്ടും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനാണ്. ഇത് വന്നിട്ട് ജോയ്സ്റ്റിക്കാണ്. നമുക്ക് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാനാണ്. ഇതാണല്ലേ, ഇപ്പോൾ മൂവ് ചെയ്യുന്നുണ്ടോ, നമ്മൾ ഗെയിമൊക്കെ കളിക്കുന്ന ജോയ്സ്റ്റിക്ക് പോലെ തന്നെയാണ് ഇത്. ഓക്കെ, അപ്പം അടുത്തത് ഇതാ കാണുന്ന ഈ ലൈറ്റ് കത്തിയിരിക്കുന്നില്ല, ഇത് നമുക്ക് എത്ര % ചാർജ് ഉണ്ടെന്ന് കാണിക്കുന്നതാണിത്. ഓക്കെ, പിന്നെ നമുക്ക് സി ടൈപ്പ് ചാർജ് ചെയ്യേണ്ട ഒരു പോർട്ട് ഇവിടെ ഉണ്ട്. അത് നമുക്ക് ഇവിടെയാണ് സി ടൈപ്പ് ചാർജ് ചെയ്യേണ്ടത്. ഇത് ഈ DJ Osmo 3 നമുക്ക് ചാർജ് ചെയ്യേണ്ടത് ഇവിടെയാണ്. ഓക്കെ, 2 ടൈം പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇത് നമുക്കിതാ ഈ ഒരു മോഡിലോട്ട് മാറും. വീണ്ടും അതേപോലെ 2 പ്രാവശ്യം ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഇപ്പം ഞാൻ സ്ലീപ്പ് മോഡിലോട്ട് വിട്ട് 3 ടൈമാണ് ഞാൻ പ്രസ് ചെയ്തത്. 3 ടൈം പ്രസ് ചെയ്യുമ്പോൾ സ്ലീപ്പ് മോഡിലോട്ട് പോകും. തിരിച്ചും അതുപോലെ 3 ടൈം പ്രസ് ചെയ്യണം. അപ്പം വീണ്ടും അത് സ്റ്റാൻഡ് ബൈയിലോട്ട് വരും. ഇത് 2 ടൈം പ്രസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ലാൻഡ്സ്കേപ്പിൽ പോകുന്നത്. ഇതാണല്ലേ. ഓക്കെ, ഇനി ഇതായിരിക്കുന്ന ഈ സ്വിച്ച് എന്തിനാണെന്ന് വെച്ചാൽ ഇത് നമുക്ക് സ്ക്രീന് സൂമും സൂം ഔട്ടും ചെയ്യാനാണ് ഇത് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്കിപ്പം ഞാൻ സ്ക്രീനിൽ കാണിച്ചു തരാം. ഇതാണല്ലേ, സൂമും സൂം ഔട്ടും ആണ് ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ബാക്കിലൊരു സ്വിച്ചുണ്ട്. അത് നമുക്ക് പ്രസ് ചെയ്ത് പിടിച്ചാൽ ഇത് നമുക്ക് ലോക്കാവും. അതായത് നമുക്ക് പിന്നെ എങ്ങോട്ട് നമ്മളത് നോക്കിയിരുന്നാൽ തന്നെ അവിടെ തന്നെ അത് ഫിക്സ് ആയിരിക്കും. ഓക്കെ, അടുത്തന്നെ ഈ ബട്ടൺ 2 പ്രാവശ്യം പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇത് നമുക്ക് ഒറിജിനൽ പൊസിഷനിൽ വരും. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇതാണല്ലേ, ഒറിജിനൽ പൊസിഷനിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് 3 ടൈം പ്രസ് ചെയ്യുകയാണെങ്കിൽ ഫ്രണ്ടും ബാക്കും പോകും. നമ്മുടെ ക്യാമറ ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും മാറ്റുന്നതിനാണ് 3 ടൈം പ്രസ് ചെയ്യണം. അപ്പം ഫ്രണ്ട് ബാക്ക് ഇങ്ങനെയാണ് ഇത് ചേഞ്ചിങ് വരുന്നത്. അപ്പം ഞാനിപ്പോൾ കാണിച്ചു തരാം. ഫ്രണ്ടും ബാക്കും വരുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരാം. ഇതിപ്പോൾ സ്റ്റാൻഡ് ബൈ ആയിട്ടുണ്ട്. ഇതാണല്ലേ, ഇപ്പം ഫ്രണ്ട് ക്യാമറ ഓൺ ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇത് 3 പ്രാവശ്യം പ്രസ് ചെയ്യുമ്പോൾ അതേപോലെ തന്നെ ബാക്ക് പോവും. ഇതാണല്ലേ, ഫ്രണ്ടും ബാക്കും ആണ്. 3 ടൈം പ്രസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് വരുന്ന ചേഞ്ചസ്. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത് Osmo Mobile 3 ആണ്. അപ്പോൾ അതിൻ്റെ നിങ്ങൾക്ക് വർക്കിംഗ് ഒക്കെ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഞാൻ എന്നാലും ഇതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടൊരു ഡെമോ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം ഇതിൻ്റെ സ്റ്റെബിലിറ്റി എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഞാനിപ്പം ഇതും കൊണ്ട് നടക്കുകയാണ്. ആണല്ലേ, നമുക്ക് ആ വീഡിയോ ഒരു കറക്റ്റ് ഒരു ഫേസിൽ കിട്ടുകയാണ്. നമുക്കൊരു ഷേക്കിങ്ങോ ഒന്നുമില്ലാതെ തന്നെ കിട്ടുകയാണ്. ഞാനിപ്പോൾ ഇത് അതേപോലെ തന്നെ ബാക്ക് ഓൺ ചെയ്ത് തരാം ക്യാമറ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബാക്ക് സൈഡ്. ഇതിപ്പോൾ ഇതും കൊണ്ട് ഞാൻ നടക്കുകയാണ്. ഞാനിനി ഇതും കൊണ്ടൊന്ന് ഓടുകയാണ്. നിങ്ങൾക്കിപ്പം കാണാം, ഇതും കൊണ്ട് ഞാനൊന്ന് ഓടുകയാണ്. അപ്പം നിങ്ങളിങ്ങനെ കണ്ടിട്ടുണ്ടല്ലേ എൻ്റെ സ്റ്റെബിലിറ്റി. കൂടുതൽ ഞാൻ ഓടുന്നില്ല. അയ്യോ, അപ്പം നല്ലൊരു സ്റ്റെബിലിറ്റി കിട്ടുന്നുണ്ട് നമുക്ക് ഫ്രെയിമിനും വീഡിയോയ്ക്കും എല്ലാം. അപ്പം എന്താ പറയുക, ഇത് നല്ലൊരു പ്രോഡക്റ്റാണ്. എനിക്കിപ്പം ഗിഫ്റ്റായിട്ട് കിട്ടിയതിൽ നിന്ന് നല്ലൊരു പ്രോഡക്റ്റാണിത്. അപ്പം നമുക്ക് ഈ Osmo Mobile 3 ഗിഫ്റ്റായിട്ട് തന്നത് മായയാണ്. അപ്പം പുള്ളി ഇതെനിക്ക് ഗിഫ്റ്റായിട്ട് തന്നത് എന്തിനാണെന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു എൻ്റെ സ്ക്രീനൊക്കെ വന്നിട്ട് ഞാനിപ്പം മുമ്പെടുത്ത വീഡിയോസൊക്കെ സ്ക്രീനൊക്കെ വന്നിട്ട് ഒരു ഷേക്കിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതുവഴി എടുക്കുമ്പോഴത്തേക്കും ഷേക്കിംഗ് ഒന്നും ഇല്ലായിരിക്കും. അപ്പോൾ അത് ഉദ്ദേശിച്ചായിരിക്കും പുള്ളിക്കാരി എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നത്. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ സൈനപ്പ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എൻ്റെ യൂട്യൂബ് വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ ബൈ.